ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ഇന്ന് ഒരു അടിപൊളി പിലോപ്പി വാഴയിലയിൽ പൊള്ളിച്ചതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ ഇവിടെ പിലോപ്പിയൊക്കെ മസാലയൊക്കെ പുരട്ടിയിട്ട് മീൻ ഇവിടെ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആമിക്കുട്ടി നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ് വാഴയിൽ പൊള്ളിക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ വാഴയിലേക്ക് നല്ല 2 തൂശനെല്ലാം വെട്ടിയെടുത്ത് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വാട്ടിയെടുത്താലോ വാഴയില. ഇതുപോലെ വാഴയില ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട്. വാഴയിലയുടെ 2 സൈഡും നമ്മൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. 2 വാഴയിലയും വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതാ സവാള, നമ്മുടെ മസാല കൂട്ടിനുള്ള സവാളയൊക്കെ വഴിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ സവാള ഇട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ് കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വഴറ്റാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ വറുത്ത പാനിൽ തന്നെ ആണ് നമ്മൾ സവാളയും വഴറ്റിയെടുക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ പരിപാടികളെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. സവാള അവിടെ വഴന്ന് വരുമ്പോഴത്തേക്കും ഞാനിവിടെ തേങ്ങാപ്പാൽ, അധികം വേണ്ടല്ലോ, നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചു. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ മസാലകളെല്ലാം ഒന്ന് മിക്സപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ വാഴയിലയിൽ മസാല കുറച്ച് ഞാൻ ആദ്യമേ താഴെ ഒന്ന് വെച്ച് കൊടുത്തു. അതിന് മീതെ നമ്മുടെ മീൻ വറുത്തത് വെച്ച് കൊടുത്തു. അതിന് മീതെ ഒന്നുകൂടി നമ്മളിത് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. മസാല അധികം ആവാതിരിക്കുന്നതാണ് നല്ലത്. അധികം ആയിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഇച്ചിരി മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടിട്ട് അധികം മസാല ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണ്? നമ്മുടെ വാഴയിലേക്ക് കെട്ടിയെടുത്തിട്ട് പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മസാലയുടെ മീതെ ഞാൻ ഒന്നുകൂടി ഒരു പരിപാടി കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് 2-3 സ്പൂൺ തേങ്ങാപ്പാൽ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കിംഗ് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, കുക്കിംഗ് എളുപ്പമാണ്, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെറിയൊരു അലങ്കോലപ്പണികളും കൂടി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് തക്കാളി ജസ്റ്റ് ഒന്ന് വട്ടത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മീതെ ഒരു പച്ചമുളക് നെടുകയെ കീറിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതുപോലെ ഒന്ന് കവർ ചെയ്ത് പൊതിഞ്ഞെടുക്കണേ. നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞൊക്കെ എടുക്കണേ. അപ്പോൾ അതിനനുസരിച്ച് ഒരു തൂശനില തന്നെ എടുക്കണേ. അപ്പം നമ്മളിവിടെ എടുത്തു വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇല പൊട്ടിപ്പോയിരുന്നു കേട്ടോ. എൻ്റെ ഇല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ തലവശം ഉണ്ടല്ലോ, ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ തലവശം വന്നപ്പോഴത്തേക്കും അതുകൊണ്ട് കുത്തിയിട്ട് ഇല പൊട്ടിപ്പോയിരുന്നു. ഞാൻ അതുകൂടാതെ വേറൊരു ഇലയും കൂടി എടുത്തിട്ടാണ് കവർ ചെയ്ത് സത്യം പറഞ്ഞ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വാഴനാര് കൊണ്ട് തന്നെ കെട്ടിയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായി, ഓയിലൊക്കെ ചൂടായി വന്നപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഒരു ലേശം ഓയിൽ മതി. അപ്പോൾ നമ്മൾ അത് ഫസ്റ്റത്തെ പൊതിഞ്ഞെടുത്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ വാഴയിലയും കൂടി പൊതിഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ഒരു വാഴയില കൂടി കവർ ചെയ്ത് കെട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഓയിലൊന്നും പുറത്തേക്ക് പോകരുതല്ലോ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിരിക്കുമെന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒലിച്ച് പോകാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് ഞാൻ 2 വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അവസാനം നമുക്കിത് അതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിയാണ് ഇവിടെ നമ്മുടെ വാഴയില തുറക്കുന്നത്. ഒരെണ്ണം തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേറൊരു വാഴയിലുണ്ട്.
നമ്മൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. പിലോപ്പിന്നല്ല, ഏത് ഫിഷ് കിട്ടിയാലും നമുക്കിതുപോലെ മത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇതുപോലെ പൊള്ളിച്ചെടുക്കാനായിട്ട്. ഫസ്റ്റ് ദാ വേപ്പില തണ്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി, പച്ചമുളക്, നല്ല ചൂടുണ്ട് കേട്ടോ. ആമി ഇവിടെ ആക്രാന്തം മൂത്തിട്ട് ഒരു രക്ഷയില്ലാതിരിക്കുവാണ്. ആ ഒരു സ്മെല്ലും ഒക്കെ വന്നിട്ട് ഒരു രക്ഷയില്ലാതിരിക്കുവാണ്. ആദ്യം പുള്ളിക്കാറ്റ് മസാലയാട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു മസാലയല്ല, അതിൻ്റെ ഫിഷ് ആ ഫ്ലഷ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ചൂട് കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഫോർക്ക് കൊണ്ടിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മീൻ എടുത്ത് ആമയ്ക്ക് കൊടുത്തു. സാധാരണ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഫുഡ് കഴിച്ചു തീരുന്നത് ആമിയാട്ടോ. പക്ഷേ മീൻ പൊള്ളിച്ചത് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആമിയുടെ ഫുഡാണ് ഫസ്റ്റ് സത്യം പറഞ്ഞാൽ തീർന്നത്. ഞങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു ചോറ്, പക്ഷേ ആമി ഫസ്റ്റ് അടിച്ചു കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഞങ്ങൾ. മസാലയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. തേങ്ങാപ്പാലും ഒക്കെ വന്നത് കൊണ്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു ഈ മസാലയും. അപ്പം ഞാൻ എടുത്തൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് കഴിച്ചതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ പിലോപ്പി വാഴയിലയിൽ പൊള്ളിച്ചത്. അതിന് ശേഷം എന്താ ഈ അവസ്ഥയിലായിട്ടോ നമ്മുടെ പിലോപ്പി. ലാസ്റ്റ് മുള്ളു മാത്രമായി കേട്ടോ. കുറച്ച് മസാല ലാസ്റ്റ് ബാക്കി വന്നിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു രാത്രിത്തേക്ക് ചപ്പാത്തിയാണ്, അപ്പോൾ ചപ്പാത്തിക്ക് ആ മസാലയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് മസാല അതിനകത്ത് ബാക്കി വെച്ചു. ആമി പറയുക ഇത് മുഴുവൻ ഫിഷ് മുഴുവൻ അമ്മയാണ് കഴിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അല്ലാന്ന് തെളിയിച്ചതാണ് തലയാട്ടി കാണിച്ചത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ.